എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ഇഡ്ഡലി മാവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഇഡ്ഡലി മാവ് ബാക്കി വരാമെന്ന് വെച്ചാൽ നിങ്ങൾ ഈവനിങ്ങിൽ ഇതേപോലെ സ്നാക്കൊക്കെ റെഡിയാക്കി നോക്കിക്കോളൂ. നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. സൂപ്പർ ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നമുക്കിത് തനിയെ കഴിക്കാനും അതല്ല ഇനിയിപ്പോൾ ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. എന്നിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മൈദയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇഡ്ഡലി മാവാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കിയിട്ട് ബാക്കി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെ സ്നാക്ക് റെഡിയാക്കി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ കുറച്ച് ബാറ്റർ ഒന്ന് ബാക്കി വെച്ചാൽ മതി. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് റെഡിയാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 കപ്പ് ബാറ്ററാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇഡ്ഡലി മാവ് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിങ്ങനെ തിക്കായിട്ടല്ല ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഈ ബാറ്റർ ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ലൂസായിട്ട് പോകരുത്. നമുക്കിങ്ങനെ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഇടാവുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം എടുക്കുമ്പോൾ നമ്മളുടെ മൈദയ്ക്കും അതുപോലെ തന്നെ ഇഡ്ഡലി ബാറ്ററിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നേരം വയ്ക്കുമ്പോഴത്തേക്കും ഈ മാവ് ഇങ്ങനെ ഇത്രയൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 10 ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇനി സവാള ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ 3 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ വീഴണം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് ഇങ്ങനെ വീഴരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി ഒന്നുമില്ല, ഇതിപ്പോൾ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ ഓയിലിന് ഒരു മീഡിയം ചൂട് ഉണ്ടാവണം കേട്ടോ. എന്നാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കുകയും ചെയ്യരുത്. കാരണം ഒരുപാട് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് ഫ്രൈ ആവും, എന്നാൽ അകത്ത് നമുക്ക് വേവാതെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു മീഡിയം ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ട് കണ്ടോ കുറേശ്ശെയായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. എന്നിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഓയിലിങ്ങനെ ഇണക്കി കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് തിരിച്ചിടാൻ പറ്റില്ല. ഇതേപോലെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. എല്ലായിടും നന്നായിട്ട് തന്നെ ചൂടായിട്ട് കിട്ടും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്.
കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ അത് ഫ്രൈ ആയിട്ടുണ്ട്, കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അതുപോലെ നല്ലൊരു സ്മെല്ലും കൂടിയാണ് കേട്ടോ ഈ ഒരു സ്നാക്കിന്. കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇഡ്ഡലി മാവൊക്കെ ബാക്കി വരാമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇത് ഇങ്ങനെ കഴിക്കാനും അതല്ലാതെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്